ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പ്രചോദനാത്മക പ്രഭാഷകർ പറയുന്ന വെളുത്ത കടലാസിലെ കറുത്ത കുത്തിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കു വേണ്ടി അതൊന്ന് പറയാം. ഒരു സൈക്കോളജി ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികൾക്ക് കൊടുത്ത ചോദ്യക്കടലാസ് കറുത്ത കുത്തുള്ള ഒരു വെളുത്ത കടലാസായിരുന്നു. ഇതേക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നായിരുന്നു അധ്യാപകൻ പറഞ്ഞത്. 15 മിനിറ്റ് സമയം കുട്ടികൾക്ക് അനുവദിക്കുകയും ചെയ്തു. സമയം തീർന്നപ്പോൾ അധ്യാപകൻ ഉത്തരക്കടലാസുകൾ തിരികെ വാങ്ങി. അദ്ദേഹം ഓരോന്നായി ഉറക്കെ വായിച്ചു. പലരും കടലാസിലെ കുത്തിന്റെ സ്ഥാനവും വലിപ്പവും മറ്റും വിശദമായി വിവരിച്ചിരുന്നു. പക്ഷെ ആ കറുത്ത കുത്തിനു ചുറ്റും വ്യാപിച്ചു കിടന്ന വിശാലമായ വെളുത്ത ഭാഗത്തെപ്പറ്റി ആരും എഴുതിയിരുന്നില്ല. നിറഞ്ഞു നിൽക്കുന്ന വെളുപ്പിനെ അവഗണിച്ച് നാം ചെറിയ കറുപ്പിൽ ശ്രദ്ധയുറപ്പിക്കുന്നു. ജീവിതത്തിൽ കൈവന്ന ഭാഗ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കാണാതെ ചെറിയ പ്രയാസങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് മിക്കവരുടെയും രീതി എന്ന് അധ്യാപകൻ വിശദീകരിച്ചു. കുട്ടികൾ തലയാട്ടി സമ്മതിച്ചു. ഈ വിവരണം ഇന്നും പലരും ആവർത്തിക്കുന്നു. പല സ്പെഷ്യൽ ന്യൂസിലും ഈ നരേറ്റീവ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് അതിനൊരു തിരുത്തൽ വരുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ $10 ലക്ഷം ഗ്ലോബൽ ടീച്ചർ പ്രൈസ് വാങ്ങിയ ഇന്ത്യക്കാരി റൂബിൽ നാഗിയുടെ ഒരനുഭവമാണ്. റൂബിൽ നാഗി അടിസ്ഥാനപരമായി ഒരു ചിത്രകാരിയാണ്. എന്നാൽ തന്റെ ചിത്രകലയെ സമൂഹത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പരിവർത്തിപ്പിച്ചതിനാണ് നാഗിയെ ഈ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ദാരിദ്ര്യവും കഷ്ടപ്പാട് മൂലം സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത മുംബൈയിലെ ചേരിയിലെ അടക്കം കുട്ടികൾക്കായി വാൾസ് ഓഫ് ലേണിംഗ് എന്ന പദ്ധതി ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചേരികളിലെ ഭിത്തികളിൽ ചുമർചിത്രങ്ങൾ വരച്ച് കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് അക്ഷരലോകത്തേക്ക് അവരെ കൈപിടിച്ചാനയിക്കുകയായിരുന്നു നാഗി തുടങ്ങിവെച്ച ലിവിംഗ് വാൾസ് ഓഫ് ലേണിംഗ് പ്രോജക്റ്റ്. അങ്ങനെ മുംബൈയിലെ ചേരികളുടെ ഭിത്തികളെ പാഠപുസ്തകങ്ങളാക്കി അക്ഷരവെളിച്ചം നൽകുന്ന പദ്ധതിയിലേക്ക് താൻ എത്തിച്ചേർന്നതിനെക്കുറിച്ച് നാഗി പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ അനുഭവം. അവിടെയാണ് വെളുത്ത പ്രതലത്തിലെ കറുത്ത കുത്തും ശ്രദ്ധേയമാവുന്നത്. ഒരിക്കൽ ചേരിയിലെ കുട്ടികൾക്കായി ഒരു ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നത് എന്തും അതിൽ വരയ്ക്കാം എന്നാണ്. വരയ്ക്കാനായി കടലാസ് നൽകി. വരച്ചു കഴിഞ്ഞ് പേപ്പറുകൾ തിരികെ വാങ്ങി നോക്കുന്നതിനിടയിലാണ് ഒരു കടലാസ് നാഗിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കറുത്ത കടലാസിലെ വെളുത്ത കൊട്ട്. അങ്ങനെ അത് വരച്ച കുട്ടിയെ അടുത്തു വിളിച്ചു ചോദിച്ചു. അവൻ പറഞ്ഞ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. നോക്കൂ, വെളുത്ത കടലാസിലെ കറുത്ത കുത്തിന് എപ്പോഴും ഒരേ നരേറ്റീവ് അല്ല. In one artwork, in one paper that I saw, the whole page was black and there was a small little square white in the center. Now that of course was going to catch my eye. I called the student and I told him, I said, son, what have you drawn? He looked at me, he didn't say anything. I said, what have you drawn? Because being an abstract artist myself, it just looked really intriguing and something that I really wanted to discover what the child was trying to portray. And he said, if you sit down, he said it in Marathi and Hindi, he said, if you sit down, then I'll explain it to you. He said, when I was little, he wasn't really grown up at that time, but he must have been in his teens, say 12, 13, 14. And he says, when I was little, my mother worked in people's home. And my stepfather, after she left in the morning, because she was cleaning, she had to leave early. My stepfather would be at home. Before he went to work, he would beat me up, lock me in a room, and go. The room was pitch dark, because this was a slum we are talking about. And there was a little hole in the cement between the bricks, and the only light that I could see. And till that light was there, that little light, I could feel that it's daytime. And as soon as it started fading, I knew it's evening and my mother's going to come back home and open the door. Now, when we talk about don't quit, we talk about never lose hope. That child could have lost hope then and there. അവിടെ നിന്നാണ് നാഗി തന്റെ പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇങ്ങനെ എത്തുന്ന കുട്ടികൾക്ക് നൽകുന്നത് പുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന പഠനം മാത്രമല്ല, തൊഴിലുകളിലും കലകളിലുമുള്ള പരിശീലനം കൂടിയാണ്. ഇവർ മിസാൽ ഇന്ത്യ, റൂബിൽ നാഗി ആർട്ട് ഫൗണ്ടേഷൻ എന്നിവ സ്ഥാപിച്ചു. 20 വർഷമായി തുടരുന്നു ഈ മുന്നേറ്റം. ഇന്ത്യയിലുടനീളമുള്ള 800-ലേറെ പഠന കേന്ദ്രങ്ങളിലൂടെ 10 ലക്ഷത്തോളം കുട്ടികളെ വിദ്യയുടെ ലോകത്ത് എത്തിക്കാനായതായി റൂബിൽ പറയുന്നു. അധ്യാപകരുടെയും 600ഓളം സന്നദ്ധ പ്രവർത്തകരുടെയും നിസ്വാർത്ഥ പ്രവർത്തനം പദ്ധതിക്ക് ഊർജ്ജം പകരുന്നു എന്നും.
So when I started practicing art, I moved it towards social work. Because for me, something inside was always missing, or I would have missed if I didn't do this. I love children. For me, that's like, I sleep, breathe, eat everything which my kids are doing. We take almost 2 million kids to school today. And when I see them doing so well in class, kids living in the slums, kids living in the villages, the fire in their belly, trust me, is something that you've not seen it. ജമ്മു കശ്മീരിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് കൂടിയായ റൂബിൽ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ മ്യൂറൽ ചിത്രങ്ങൾ രാജ്യാന്തര പ്രദർശനങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മിസാൽ ഇന്ത്യ വഴി 1.5 ലക്ഷത്തോളം ചേരി വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി. ആഗോളതലത്തിൽ ലഭിച്ച ലക്ഷത്തിലേറെ അപേക്ഷകരിൽ നിന്നാണ് റൂബിൽ നാഗിയെ ഗ്ലോബൽ ടീച്ചർ പ്രൈസിനായി തെരഞ്ഞെടുത്തത്. നോക്കൂ, ആ ടീച്ചർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. ഒപ്പം ഇത് കേൾക്കുന്നവർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്. യുദ്ധഭീതിയോ ഇരുട്ടുമുറികളിലെ ഏകാന്തതയോ പട്ടിണി എന്ന മഹാദുഃഖമോ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ലോകത്തിലെ 50 കോടി ജനങ്ങളെ അപേക്ഷിച്ച് ഭാഗ്യവാനാണ്. അതുകൊണ്ട് കൈവന്ന അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കാം മക്കളെ എന്ന്.